ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഗവൺമെൻറ് നമ്മുടെ ചാൻസലർ NHSലുള്ള സ്റ്റാഫിന്, പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെല്ലാം സാലറി ഇൻക്രിമെൻറ്റ്, അതായത് 5.5% ഇൻക്രിമെൻറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മലയാളികളിൽ ഭൂരിഭാഗം ആളുകളും ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ വീതം NHSൽ വർക്ക് ചെയ്യുന്നതാണ് കൂടുതൽ. അതായത് 75% ആൾക്കാർ NHS വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു 5.5% എങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ഡോക്ടേഴ്സിനൊക്കെ 22% ഒക്കെ കൂട്ടിയെന്നുള്ളതാണ് നമ്മുടെ അറിവ്. അത് വെച്ച് നോക്കുമ്പോൾ നേഴ്സസിന് കുറച്ചുകൂടെയൊക്കെ കൂട്ടി തരേണ്ടതാണ്. എന്നാലും 5.5% കിട്ടുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. പക്ഷേ ഇനി ഭാവിയിൽ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേനും NHS സ്റ്റാഫിന്, പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ ഇൻക്രിമെൻറ്റ് അവർ തരാനുള്ള നടപടികളുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയൊക്കെ ആണെങ്കിലും നേഴ്സസിനും, അതായത് NHS വർക്ക് ചെയ്യുന്ന എല്ലാ വർക്കേഴ്സിനും ഉണ്ട്, നേഴ്സസിന് മാത്രമല്ല. പിന്നെ പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ്, പോലീസ്, പിന്നെ ആംബുലൻസ്, അങ്ങനെ കുറച്ച് പബ്ലിക് സെക്ടർ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന കുറേ പേർക്കുണ്ട് ഈ സാലറി ഇൻക്രീസ് ഉണ്ട്. അപ്പോൾ ജൂനിയർ ഡോക്ടേഴ്സിനെയൊക്കെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടമാണ്. അവർക്ക് ശരിക്കും നേഴ്സസിൻ്റെ ഒപ്പം അതിൽ താഴ്ന്ന സാലറിയാണ് തുടക്കത്തിൽ കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഒരു 5 yearsൊക്കെ കഴിഞ്ഞാലാണ് അവർക്ക് കൂടുതൽ ഇൻക്രിമെൻറ്റ്, അത് സാലറി കൂടി കിട്ടുന്നത്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച്, ഇപ്പോഴത്തെ ഇൻക്രിമെൻറ്റ് കിട്ടുന്നതനുസരിച്ച്, പേ റൈസ് കിട്ടുന്നതനുസരിച്ച് അവർക്ക് തുടക്കത്തിൽ തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സാലറി കിട്ടാൻ തുടങ്ങും. ശരിക്കും അവർക്ക് നല്ല കഷ്ടപ്പാടാണ് ജോലി NHS ജോലി ചെയ്യുമ്പോൾ. അപ്പോൾ സാലറി ഇൻക്രീസ് കൊടുക്കുന്നതിന് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നേഴ്സസിനും, അതായത് മറ്റ് വർക്കേഴ്സിനും കൂടെ അതനുസരിച്ചുള്ള, നേഴ്സസിനും ഭയങ്കര സ്ട്രെസ്സും കഷ്ടപ്പാടും ഒക്കെ ആണല്ലോ. അപ്പോൾ അതനുസരിച്ചുള്ളൊരു ഇൻക്രിമെൻറ്റ് കുറച്ചുകൂടെയൊക്കെ കിട്ടിയാലും നല്ലതാണെന്നാണ് എനിക്ക്. അത് പിന്നെ എപ്പോഴും നമുക്ക് അങ്ങനെയല്ലേ വരത്തുള്ളൂ. എന്നാലും അവർക്ക് ഇൻക്രിമെൻറ്റ് കിട്ടിയതനുസരിച്ച് ഉള്ള അതിനനുസരിച്ചുള്ള ഇൻക്രിമെൻറ്റ് നേഴ്സസിന് കിട്ടിയിട്ടില്ല. എന്നാലും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് കിട്ടിയതിനേക്കാളും ഒരു ബെറ്റർ ആയിട്ടുള്ള ഇൻക്രിമെൻ്റാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ പല നേഴ്സുമാർ, അതായത് കൂടിയ ബാൻഡുകളിലൊക്കെ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് ഈ സാലറി ഇൻക്രിമെൻറ്റ് വരുമ്പോഴത്തേനും അവരുടെ സാലറി അതായത് സാലറി ത്രെഷോൾഡ് എബവ് 50,000 pound ആകും ഇയർലി. അപ്പോൾ അവർക്ക് വരുന്നൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്കൊരു 40% ടാക്സ് കൊടുക്കേണ്ടി വരും. എബവ് 50 എത്ര, അതായത് നമുക്ക് 50,000 വരെയുള്ളതിന് കൊടുക്കണ്ട, അതിൻ്റെ എബവ് എത്ര കിട്ടുന്നോ ആ തുകയ്ക്ക് ഒരു 40% ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊരു വലിയൊരു എമൗണ്ട് ഓഫ് മണിയാണ്. അതായത് ഒരു പകുതിയോടടുത്ത് തന്നെ ടാക്സ് ആയിട്ട് പോകും. അപ്പോൾ അത് അങ്ങനെ സാലറി ഇൻക്രിമെൻറ്റ് വന്നപ്പോൾ ഈ കൂടിയ ബാൻഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക്, കൂടുതൽ ഇൻകം കിട്ടുന്നവർക്കൊക്കെ അങ്ങനെ ഒരു കാര്യം, ഒരു ചെറിയൊരു ദോഷകരമായ കാര്യം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സാലറി കൂടുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ഗുണം കിട്ടുന്നത് മറ്റൊരു വിഭാഗമുണ്ട്. അതായത് ഇപ്പോൾ ബാൻഡ് 2 ബാൻഡ് 3 അതായത് ആ റേഞ്ചിൽ ജോലി ചെയ്യാൻ സാധിക്കുന്ന സപ്പോർട്ട് വർക്കേഴ്സൊക്കെ, ഒത്തിരി പേര് ഇപ്പോൾ സപ്പോർട്ട് വർക്കറായിട്ട് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡൊമിസിലറി വിസായി വന്നവർ കുറേ പേരുണ്ട്. ഇങ്ങനെ NHS കയറാൻ ശ്രമിക്കുന്നവരുണ്ട്. സ്റ്റുഡൻറ്റ് വിസായി വന്നിട്ട് PSW നിൽക്കുന്നവർ, അവർ NHS കയറാൻ ശ്രമിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഈ വർക്ക് വിസ COS അവർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റാഞ്ഞത് അവരുടെ സാലറി ത്രെഷോൾഡ് മീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു. ഇപ്പോൾ അത് ഈ പേ റൈസ് വരുന്നതോടുകൂടി അവരുടെ സാലറി ത്രെഷോൾഡ് ഏകദേശം ഇയർലി 24,000 ആകും. അപ്പോൾ സാലറി ത്രെഷോൾഡ് ഇവർക്ക് COS കിട്ടണമെങ്കിൽ ആവശ്യമായ സാലറി ത്രെഷോൾഡ് എന്ന് പറയുന്നത് 23,200 pound. അപ്പോൾ ഇനി കൂടുതലായിട്ടും ഇവർ NHSൽ ശ്രമിക്കുകയാണെങ്കിൽ കുറേയും കൂടി ഈ COS കിട്ടാനുള്ള എളുപ്പമായിട്ട് വരും. അത് NHS കയറുവാണെങ്കിൽ എത്രയായാലും ഏറ്റവും ബെനിഫിറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നേഴ്സിംഗ് ഹോമിലോ കെയർ ഹോമിലോ എവിടെയാണെങ്കിലും അവർക്ക് ബെനിഫിറ്റ്സ് കുറവാണ്. അതായത് ഇപ്പോൾ സിക്ക് ലീവ് ഇല്ല. എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ സിക്ക് ആയിക്കഴിഞ്ഞാൽ അന്നേരം അതിന് പേയ്മെൻ്റ് ഇല്ല. NHSലാണെങ്കിൽ സിക്ക് ആയിക്കഴിഞ്ഞാൽ അതിന് പേയ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ആനുവൽ ലീവ് കൂടുതലായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഈ കെയറേഴ്സ് ലീവ്, കുട്ടികളുള്ളവർക്കാണെങ്കിൽ കെയറേഴ്സ് ലീവ് ഉണ്ട്.
പിന്നെ എമർജൻസി ആയിട്ടുള്ള പല ലീവുകളുണ്ട്. അതുപോലെ പല ബെനിഫിറ്റ്സ് നല്ല നല്ല പെൻഷൻ സ്കീമുണ്ട്. ഇതൊക്കെ ഇങ്ങനത്തുള്ള ബെനിഫിറ്റുകളെല്ലാം ഉള്ളതുകൊണ്ട് NHS കയറുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒത്തിരി ആൾക്കാർ, ഒത്തിരി സ്റ്റുഡൻസും ഒത്തിരി സപ്പോർട്ട് വർക്കറായിട്ട് ചെയ്യുന്നവരൊക്കെ ഇവിടെയുണ്ട്. അവർക്കൊക്കെ അതൊരു നല്ല ഒരു വഴി തുറന്നു കൊടുക്കുകയാണ് ഈ സാലറി ഇൻക്രീസ് വഴി. അപ്പോൾ എല്ലാവരും അങ്ങനെയുള്ളവരൊക്കെ ശരിക്കും സമയം കളയാതെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ് വേണ്ടത് ഈ സമയത്ത്. അപ്പോൾ ഇങ്ങനെ NHS അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് NHSൻ്റെ ട്രാക്ക് ജോബ്സ് അത് TRSC ജോബ്സ് എന്നുള്ള സൈറ്റിൽ കയറിയാൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകാൻ എല്ലാവരും ശ്രമിക്കണം. കാരണം ധാരാളം പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരെ അവരെടുക്കുകയുള്ളൂ. അപ്പോൾ ഇനി നാട്ടിൽ നിന്ന് അധികം പേർക്ക് ഉടനെയൊന്നും വരാനുള്ള ചാൻസ് കുറവാണെങ്കിലും ഇപ്പോഴുള്ള ആൾക്കാർക്ക്, ഇവിടെയുള്ള അതായത് സപ്പോർട്ട് വർക്കറൊക്കെ ആയിട്ട് ചെയ്യുന്നവർക്ക് കൂടുതലും ഇവിടെ ഒരു COS കിട്ടാനും ഇവിടെ ഒരു പെർമനൻറ്റ് ജോബ് കിട്ടാനുള്ള സാധ്യത കൂടി വരുവാണ്. അപ്പോൾ ഇവിടെയുള്ള അങ്ങനെയുള്ള കുട്ടികൾ, അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലായിട്ടും അത് NHSലൊക്കെ കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് ഏജൻസിക്കൊക്കെ ഒത്തിരി പൈസ കൊടുക്കാതെ തന്നെ, ഇപ്പോഴും നേഴ്സിംഗ് ഹോമിലൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ ഉള്ളവരാണെങ്കിലും ഏജൻസിക്കാർ ഒത്തിരി പൈസ മേടിച്ചിട്ടൊക്കെയാണ് COS ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ NHSലൊക്കെ കയറുവാണെങ്കിൽ തുടക്കത്തിൽ COS കിട്ടിയില്ലെങ്കിലും അവർ കയറിക്കഴിഞ്ഞ് അവർക്ക് ഇപ്പം ഹോസ്പിറ്റലിൽ വാർഡിൽ അവരെല്ലാ കൊട്ടും പഠിച്ച് അവർക്ക് പിന്നെ എല്ലാം അവർ എഫിഷ്യൻ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ കൂടുതലും ഹോസ്പിറ്റലിലുള്ള വാർഡ് മാനേജേഴ്സൊക്കെ ഇവരെ റെക്കമെൻഡ് ചെയ്യും. ഇപ്പോൾ സാലറി ത്രെഷോൾഡും കൂടെ അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ അവർക്കൊക്കെ COS കിട്ടാൻ നല്ല ചാൻസാണുള്ളത്. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ തന്നെ ഇപ്പോൾ NHS കയറുവാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു തുക ഉണ്ടാക്കാൻ പറ്റും. അപ്പം പോസ്റ്റ് ഡിവിസൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് തീരുന്നതിന് മുന്നായിട്ട് ഇപ്പോൾ അവർ COS കൊടുത്തില്ലെങ്കിൽ പോലും എവിടെയെങ്കിലും നേഴ്സിംഗ് ഹോമിൽ അന്നേരം കയറാൻ ശ്രമിക്കാവുന്നതേ ഉള്ളൂ. ഒരു 5-6 മാസം മുന്നേ ഒക്കെ ശ്രമിച്ചാൽ മതി. അപ്പോൾ നല്ലൊരു പൈസ ഉണ്ടാക്കി അത് NHS നിന്ന് ഉണ്ടാക്കാൻ പറ്റുമേ. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ ശരിക്കും ഒരു മണിക്കൂറിന് 16-18 പൗണ്ട് വരെയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ എക്സ്ട്രാ, അതായത് NHS പ്രൊഫഷണലിലൊക്കെ ചേർന്നിട്ട് ബാങ്ക് ഡ്യൂട്ടിയൊക്കെ ചെയ്യുവാണെങ്കിൽ അതിലും കൂടുതൽ തുകയൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ കുറേ പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു ചാൻസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും പരമാവധി ശ്രമിക്കുക. അപ്പോൾ ഇതിനുവേണ്ടി ഇൻ്റർവ്യൂവിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതിനെക്കുറിച്ചൊരു വീഡിയോ ഒക്കെ കാണുക, എങ്ങനെയാണ് NHS ഇൻ്റർവ്യൂ നടത്തുന്നത്, എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നല്ലൊരു പ്രിപ്പറേഷനൊക്കെ നടത്തിയിട്ട് ഇൻ്റർവ്യൂവിന് പോവുക. അപ്പോൾ അവർ ഇപ്പം കെയർ വർക്കറായിട്ട് ഇപ്പോൾ കെയർ ഹോമിലൊക്കെ ചെയ്തും ഡൊമിസിലറി കെയർ ആണെങ്കിലും ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് NHSലോട്ട് എടുക്കാൻ മടിയൊന്നും തോന്നുകയില്ല. അപ്പം നമുക്കൊരു നല്ലൊരു പെർഫോമൻസും കൂടെ കാണിക്കുകയാണെങ്കിൽ അവർ ശരിക്കും സെലക്ഷൻ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ വന്ന് സ്റ്റുഡൻസിനാണെങ്കിലും PSW ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടിങ്ങനെ കടം വീട്ടാൻ പോലും പൈസ ഉണ്ടാക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമായത്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.